അതാ ഞാൻ പറയുന്നത്, ഒരു പറഞ്ഞു വരുന്നത്, ഒരു മീറ്റിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ അവസാന ഘട്ടം വരെ മീറ്റിംഗിൽ ഇരിക്കണോ, യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒരു മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഒരു മീറ്റിങ്ങിന് അവസാനമായിരിക്കും എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ആ ഒരു സ്പീച്ച് ഇപ്പോഴും ഏതൊരു പുതിയ വ്യക്തിനെ ആവേശം കൊള്ളിക്കുന്ന ഒരു സ്പീച്ചാണ്. അപ്പൊ അതെനിക്ക് കേൾക്കാതെ പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാളുകളും ഒരു മീറ്റിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ വെച്ചിട്ട് എണീറ്റ് പോവുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഒരു വെറുപ്പിക്കലായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഇറങ്ങി പോകരുത്. അവസാന ഘട്ടം വരെ ഒരു ജോലിയിലായിക്കോട്ടെ, ഒരു ബിസിനസ്സിലായിക്കോട്ടെ, ഒരു മീറ്റിങ്ങിലായിക്കോട്ടെ, അവസാന ഘട്ടം വരെ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങള് അവിടുന്ന് പോകുന്നത് ബാലു സാർ ഇങ്ങനെ അങ്ങനെ നിരന്തരം ഫോളോ അപ്പ്. അങ്ങനെ നിരന്തരം ഫോളോ ഇപ്പൊ എന്നിട്ടും ഞാൻ ബിസിനസ് ഒന്നും സീരിയസ് ആയിട്ടും ചെയ്തിട്ടില്ല ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാല്, എന്റെ രണ്ടാമത്തെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടായ ഒരു ചിന്ത എന്ന് പറഞ്ഞാല്, ആ പ്രോഗ്രാമിന് ഞാൻ 2018 ആ ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് കയറിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാൻ, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ് അല്ലെ ഈ ഒരു അവസരം ആരെങ്കിലും ഒക്കെ ചെയ്യും. എന്റെ പഞ്ചായത്തില്, എന്റെ വാർഡില് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഐഡിയ എടുത്ത രണ്ടാളുണ്ട്. ഒന്ന് ഞാനും കാലിക്കായ. കാരണം ഈ ബിസിനസ് എന്റെ വാർഡിലും പഞ്ചായത്തിലും എത്തിയില്ല. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം എന്താ, ബാലു സാറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ആരും ഈ ബിസിനസ് അങ്ങോട്ട് എത്തിയില്ല, അതെനിക്ക് ഉറപ്പായി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ബിസിനസ് ചെന്ന് ചെയ്തില്ല, ഈ പ്രൊഡക്റ്റ് ഇനി വരും കാലഘട്ടത്തിലേക്ക് ഇത്രയും ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഈ മീറ്റിംഗ് ഹാളിൽ ഉണ്ടല്ലോ, ഇത് ബൈജു ചെയ്തില്ലേ ആരൊക്കെ ചെയ്യും, എന്റെ വാർഡിലും പഞ്ചായത്തിലും ഒക്കെ ഈ പ്രൊഡക്റ്റുകൾ എത്തും. ആ പ്രൊഡക്റ്റ് എത്തുന്നത് ബൈജുവിന്റെ കൈകൊണ്ടായിരിക്കണം എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഈ പ്രൊഡക്റ്റുകള്, ഹെർബൽ പേസ്റ്റ് ഈ ആളുകളെ വീടുകളിലേക്കൊക്കെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യിക്കുന്നത് ബൈജുവിന്റെ കൈകൊണ്ടായിരിക്കും അയക്കണം എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം അന്നെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഒന്ന് ഞങ്ങളോട് പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ മെസ്സേജ് ആണ്, ഒരു പ്രോഗ്രാമില് നിങ്ങൾ കുറെ ആളുകളെ കയറ്റി, കുറെ ആളുകളെ പോട്ടെ, ഒരാളെ കയറ്റിന്റെ അയാൾ ഉള്ളിലേക്കുള്ള ചിന്ത, ഞാൻ ചെയ്യുന്നല്ലോ, ഇത്രയും ആളുകൾ ഈ ബിസിനസ് കേൾക്കാൻ വന്നല്ലോ എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാവും. അത് ആ ചിന്തയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തോ ചെയ്തില്ല എന്നല്ല, ബൈജു ബിസിനസ് ചെയ്തോ ചെയ്തില്ല എന്നല്ല, ആ 10,000-കണക്കിന് ആളുകൾ ഇത് കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാനുള്ള ആളുകളാണല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതാണ് പ്രോഗ്രാമിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രോഗ്രാമിന് മാക്സിമം ആളുകളെ കയറ്റുന്നുണ്ടോ, നമ്മൾ അവരെങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ക്ലിയർ? അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു 2018 ആ പ്രോഗ്രാം കയറിയതിന് ശേഷമാണ് ഇന്ന് ബൈജു സ്റ്റേറ്റ് ഗെയിം കോർഡിനേറ്റർ ആയിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ ആയോ? അങ്ങനെ നിരന്തരം ഫോളോ അപ്പ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥകളൊക്കെ സ്പീഡാ. അങ്ങനെ ബിസിനസ്സിലേക്ക് വരണം തോന്നി, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബാലു സാറുള്ള നിരന്തരം ഫോളോ അപ്പ് എല്ലാവർക്കും അറിയാലോ, ഈ ഫോളോ അപ്പ് ആണ് ഇതിന്റെ പ്രധാന ഘടകം. എത്രത്തോളം നിങ്ങൾ ഒരു വ്യക്തിനെ കണ്ടിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു, ഒരാൾ വന്നെന്ന് വിചാരിച്ച് ലെഫ്റ്റും റൈറ്റും കണ്ടിട്ട് ഐഡിയ അടിച്ച് രണ്ടാളും വന്നു. ഇപ്പൊ പല ആളുകളെയുള്ള ചിന്താഗതിയാ, ഞാൻ ഐഡിയ അടിച്ച് എന്റെ ലെഫ്റ്റിലേക്ക് ഒരാളെ കൊടുത്ത് റൈറ്റിലേക്ക് ഒരാളെ കൊടുത്ത് ഞാൻ രണ്ടാളെ കൊണ്ടുവന്നു. നമ്മളെ എല്ലാവരും പറയുന്നതാ, നിങ്ങൾ രണ്ടാളെ കൊണ്ടുവന്നു, ആ രണ്ടാളെ കൊണ്ടുവന്നാൽ എന്റെ പണി കഴിഞ്ഞു. പല ആൾക്കാരെയും ചിന്ത ഏതാ, ആ രണ്ടാളെ കൊണ്ടുവന്നാൽ എന്റെ പണി കഴിഞ്ഞു, എനിക്ക് വീട്ടിൽ കുത്തിരുന്നത്. ഞാൻ രണ്ടാളെ കൊടുത്തിട്ടുണ്ട്, ആ രണ്ടാളെ തരലല്ല ഇവിടെ പണി. ഹലോ, അപ്പൊ ഈ രണ്ടാളുകളെ തന്നോണ്ടു നമ്മളെ 10,000 ബിസിനസ് പോലെ മേച്ച് 1,200 രൂപ ഇൻകം കിട്ടിയോണ്ട് നമ്മളെ ബിസിനസ്സിൽ വിജയിക്കുന്നില്ല. എന്തായാലും നമ്മൾ ജോലിയാണ്, ഒരു 10-35 കൊല്ലം ജോലി ചെയ്യണം. ഇവിടെ എന്തുകൊണ്ട് 5 കൊല്ലം കൊണ്ട് ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ആളുകൾക്ക് താല്പര്യമില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള ഫോളോ അപ്പുകളും കമ്മ്യൂണിക്കേഷനുകളും അയാളായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളും നിലനിർത്തുകയാണെങ്കിൽ, അങ്ങനെ നിലനിർത്തിയിട്ട് നിരന്തരം വിളി, നിരന്തരം ഫോളോ അപ്പ്, എവിടെ കണ്ടാലും ഒരുമിച്ച് ചായ കുടിക്കുക, ഒരുമിച്ച് വെള്ളം കുടിക്കുക. അങ്ങനെ ബാലു സാറ് ഒരു
എന്താ പറയാ ഏട്ടനെയോ അനിയനെ പോലെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനെ പോലെ കണ്ടിട്ട് ഇങ്ങനെ കൂടെ കൂട്ടി ചേർത്ത് അങ്ങനെ ബൈജുവിനെ ഓരോ റാങ്കുകളും ചേഞ്ച് ചെയ്യാനായിട്ട് എന്റെ കൂടെ കട്ടക്ക് നിന്നതിനെ കൊണ്ടാണ് ബാലു സാർക്ക് ഇന്ന് സാധാരണക്കാരനായിട്ടുള്ള ഒരു STC ലീഡർ, ഒരു അപ്കമിങ് RTC ലീഡർഷിപ്പിലേക്ക് പോകുന്ന ഒരു ബൈജുവിനെ കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് ബൈജു ഒരു കൂലിപ്പണിക്കാരനാണ്, ഓനെക്കൊണ്ട് ഒന്നിനും പറ്റൂല, ഓനെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്ന് ബാലു സാർ അന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്റെ മുകളിലേക്ക് ഒരുപാട് ഐഡിയകൾ ഉണ്ട്. എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള, എന്നെക്കാളും ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, സന്തോഷ് സാറ്, സത്തീത്ത്, ബിനീഷ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഷാജിയേട്ടെ, ഇവരൊക്കെ ഡയറക്ട് സെല്ലിങ് മുന്നേ ചെയ്ത ആളുകളാണ്. ഓരൊക്കെ എന്റെ മുകളിലേക്കുള്ള ഐഡിയകളാണ്, എന്റെ ഐഡിയയുടെ മുകളിലേക്കുള്ള ഐഡിയ. ഞാൻ ഇന്ന് 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് ഉണ്ടാക്കി. 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓളിയൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ലീഡേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, ഓർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോന്നും ഈ ബിസിനസ് ചെയ്യുന്നില്ല. ഓരോന്നും ഈ ബിസിനസ് ഇന്ന് ചെയ്യുന്നില്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടുള്ള ഓരോന്നും ഈ ബിസിനസ് ഇല്ല. ഇന്ന് കൂലിപ്പണിക്കാരിൽ ഒരു സാധാരണക്കാരിൽ ബൈജു മാത്രമേ ഉള്ളൂ ബാലു സാറെ വീക്ക് സൈഡിലെ പ്രധാനപ്പെട്ട STC ലീഡർ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറയാൻ കാരണം എന്താ, ഒരു സാധാരണക്കാരന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന് കുറച്ച് ഫോളോ അപ്പുകൾ ചെയ്ത് അപ്പോഴാണ് ബാലു സാർ പറഞ്ഞത്. അന്നൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. കാരണം ഒരു 100 രൂപ ചോദിച്ചാൽ ഒരു കൂലിപ്പണിക്കാരൻ ഒരാൾ കടം തരാത്ത അവസ്ഥ, ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ കടം ഒരാളെടുത്ത് നിന്ന് വാങ്ങാത്ത ഒരു ബൈജു, അല്ലെങ്കിൽ ഒരു 10,000, 20,000, 50,000 രൂപ ഒരാളെടുത്ത് നിന്ന് നേരിട്ടിട്ട് എന്താവശ്യങ്ങൾക്കായിട്ടും കൈ നീട്ടി വാങ്ങാത്തൊരു ബൈജു ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 10,000, 20,000, 25,000, 50,000, ലക്ഷങ്ങൾ, 1 ലക്ഷത്തിന്റെ ഒക്കെ പ്രൊഡക്റ്റുകൾ ആളുകളെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് ബിസിനസ് കൊണ്ടുവരാൻ കഴിവായിട്ട് മാറിയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് നോക്കേണ്ടത്. കമ്പനി ഞാനും നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, കമ്പനി ഇവിടെ ഉണ്ടാവും. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ കിട്ടിയിട്ടുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. കമ്പനി ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്താ പറയാ, വലിയ കോൺഫിഡൻസ് ഒന്നും കിട്ടില്ല. കമ്പനി ഞാനും നിങ്ങളും ഇല്ലൊക്കെ കമ്പനി മുന്നോട്ട് പോകും. പക്ഷെ ഈ കമ്പനി കൊടുക്കുന്ന ട്രെയിനിങ്ങുകളാണ് ബൈജുവിന് അത്രയും കോൺഫിഡൻസ് ആക്കി ഇപ്പോഴും ഇത്രയും ആളുകളെടുത്ത് ഏകദേശം 90 ആളുകളോടും സംസാരിക്കുന്നതും നിങ്ങൾക്കറിയാലോ, എന്നെ എല്ലാവരും അറിയുന്ന ആളുകളാണ്. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഹോളിൽ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യാനും സംസാരിക്കാനുള്ള കഴിവും തന്നിട്ടുള്ള, ധൈര്യവും കോൺഫിഡൻസും തന്നിട്ടുള്ള കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഈ കമ്പനിനെ ഞാൻ എന്നും ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആളുകളാണ്, എന്നും ബഹുമാനിക്കുന്ന, ഇത്രയും പണത്തിലേറെ ഇത്രയും കോൺഫിഡൻസും ധൈര്യവും തന്നിട്ടുള്ള കമ്പനിയുടെ പേര് ഈ കമ്പനി ആയതുകൊണ്ടാണ്. പണം പോട്ടെ, പണം നമ്മൾ വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അത് നമുക്ക് വേണമെങ്കിലും വർക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. പക്ഷെ ഈ ഒരു അറിവും ഈ ഒരു ധൈര്യവും വേറെ എവിടെയും കിട്ടൂല സാറേ, എവിടെയും കിട്ടൂല. ഞാൻ ഒരുപാട് മേഖലയിൽ, കാരണം എന്താ വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഒരുപാട് മേഖലയിലും ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടും ഒരുപാട് നമ്മളിപ്പോ എന്താ പറയാ, നാടുകളിലൊക്കെ കുറെ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരു വീട്ടിലെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ, എന്റെ മുന്നത്തെ ശൈലിയായിട്ട് പറയുന്നത്, ഞാൻ കച്ചറയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കാരണം മുന്നത്തൊക്കെ നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, കോരിപ്പലിക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ അവിടെ പോവുക, അങ്ങനത്തെ കേസിനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവിടെ പഞ്ചായത്ത് ആക്കുക, ഒരു ഫാമിലി പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ ആളുകളായിട്ടുള്ള ഒരു ബന്ധങ്ങൾ, അങ്ങനെ അതിനൊക്കെ പോയിട്ട് എന്തൊരു പഞ്ചായത്ത് കോംപ്രമൈസ് ആക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രശ്നം നടക്കണമെന്ന് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു മൂടുകാരനാണ്. അങ്ങനത്തെ ഒരു ബൈജു ഇന്ന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടേക്ക് പോവല്ല, പോയാലും സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓരെന്താ ചെയ്യുന്നത് ആ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള, നമ്മളെ മൈൻഡ് മാറ്റിയിട്ടുള്ള കമ്പനിയാണ്. അത്രയും കച്ചറ രീതിയും അത്ര ഒരു അലമ്പെന്നും മാറ്റി ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി തന്നുള്ള കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഓക്കെ, അങ്ങനെ ബാലു സാർ ഞാനും ഒരുമിച്ച് കട്ടക്ക് നിന്നത് കൊണ്ട് ബാലു സാർ ഞാൻ എന്താണോ പറയുന്നത് ബാലു സാർ കേൾക്കൂ, ബാലു സാർ എന്താണോ പറയുന്നത് ഞാൻ കേൾക്കും. ഇവിടെ അസോസിയേറ്റ്, ഇവിടെ പുതിയ ആള് വന്നിട്ട് ഒരുമള അടിമയൊന്നുമല്ല, ഒരുമള ജോലിക്കാരൊന്നുമല്ല. എന്തിനാ നമ്മൾ വെറുതെ, നമ്മളിൽ നമ്മളൊരാളായി കാണാൻ നമ്മൾ പഠിക്കണം. അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന അവരും കേൾക്കണം, അവര് പറയുന്നത് നമ്മളും കേൾക്കണം. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ രണ്ടാളും അങ്ങനെ കട്ടക്കി നിന്ന് അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്ത്
ഈ ബിസിനസ്സിൽ എനിക്ക് തുടക്ക സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. സംശയം എന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടുമോ കിട്ടൂലേ? അപ്പൊ പല ആളുകളും പറയും 1200 കിട്ടൂ, 2400 കിട്ടൂ, 210 കിട്ടൂ. അതൊന്നും നോക്കട്ടെ, 210 കിട്ടുമ്പോ കിട്ടൂല എന്ന് ഉറപ്പാണ്. 1200 പോട്ടെ, അത് പോട്ടെ, 450 റുപ്യ കിട്ടുമോ എന്നുള്ളത് പല ആളുകൾക്കും സംശയമുണ്ട്. ഇത് വരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു കാരണം വെച്ചാല് ഞാന് ആദ്യം കിട്ടുമോ നോക്കിയിട്ടാട്ടോ ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. കാരണം 450 റുപ്യ കിട്ടുമോ നോക്കുന്നത് വരെ ഞാൻ ബാലുസാറെ കാത്തുനിന്നു. അങ്ങനെ ഒരു സൈഡില് ഐഡി ആക്ടിവേഷൻ ആക്കി, ഒരു സൈഡില് ബാലുസാർ ഏതൊക്കെയോ എന്ത് ചെയ്ത് കുറച്ച് ആളുകളൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു 5000 റുപ്യ എങ്ങനെയൊക്കെയോ ആക്കി വെച്ചു. ഇപ്പുറത്തെ സൈഡിൽ എങ്ങനായിട്ടും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യട്ടെ. ബാലുസാർ എന്ത് ചെയ്തോ, ഒരു ചില ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ലേ. അപ്പം 5000 രൂപയ്ക്ക് എന്ത് ചെയ്ത് ബാലുസാർ എന്നെ റീപർച്ചേസ് എന്തൊക്കെയോ ചെയ്തിട്ട് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും കൂടി ഒരു 5000 റുപ്യക്ക് ചെയ്തിട്ട് ഒരു 450 റുപ്യ എനിക്ക് ഇങ്കാക്കി വാങ്ങി തന്നു. അപ്പൊ എല്ലാരും അങ്ങനെ വാങ്ങി കൊടുക്കണം എന്നല്ല പറയാം, അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. പക്ഷെ ഇന്നൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ നമ്മൾ അങ്ങനെ ഇറക്കേണ്ടി വരും. ഇത് പല ടൈപ്പിലുള്ള ആളുകൾ ഉണ്ടാവും സാറേ. അപ്പൊ എല്ലാരും നിങ്ങൾ 25,000 50,000 കിട്ടുന്നു വിചാരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മള് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള ഏതെങ്കിലും വിളവന്മാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇറക്കണമെങ്കിൽ നല്ലൊരു 5000 റുപ്യക്ക് അപ്ലൈ ചെയ്ത് 450 റുപ്യ അന്ന് സംഭവം എനിക്ക് മനസ്സിലായി, ഇതിൽ കിട്ടുന്നുള്ളത് വരുമാന അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള മനസ്സിലായി. അങ്ങനെ 450 റുപ്യ ഇട്ടപ്പോ ഭയങ്കര സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ ഭയങ്കര എന്താ പറയാ, ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുകയാണല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ വൈഫിനോട് കാണിച്ചു കൊടുത്ത്, അശ്വതിയെ 450 റുപ്യ വരുമാനമായിട്ട് കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞത് 450, 4.5 ലക്ഷം എന്നല്ലല്ലോ കിട്ടിയത്, 450 റുപ്യേ ഉള്ളൂ, അതിലും കൂടുതൽ നിങ്ങൾ പണിക്കാക്കി ഉണ്ടാക്കുന്നില്ലേ. അപ്പൊ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. അവര് 450 റുപ്യ. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്ന് ബാലുസാർ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു, സ്റ്റോക്ക് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു, സ്റ്റോക്ക് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 35,000 റുപ്യന്റെ സ്റ്റോക്ക് ഒക്കെ എടുത്ത് ബിസിനസ് ആൾക്കാർക്ക് സാധനം കൊടുക്കാൻ. അങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഒക്കെ എടുത്തപ്പോൾ ഹോം മീറ്റിംഗ് ഒക്കെ ഇടണമെന്നുണ്ട്. ഹോം മീറ്റിംഗ് ഒക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ. അങ്ങനെ എന്നോട് ഈ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിക്കുക. അങ്ങനെ ഞാൻ സ്പീഡ് ആക്കൂട്ടെ, ഇന്നിന്റെ സ്പീഡായിരിക്കും. അപ്പൊ ഞാൻ സമയം കഴിഞ്ഞാൽ ആവാനായിട്ട് അപ്പൊ വീട്ടിൽ ഹോം മീറ്റിംഗ് വെച്ച്, ഹോം മീറ്റിംഗ് വെച്ചതിന് ശേഷം 10 ആളുകളൊക്കെ വിളിച്ച്, ചുറ്റുവട്ടത്തുള്ള 10 ആളുകളൊക്കെ വിളിച്ച സമയത്ത് ആരും വന്നില്ല. 10 ആളിൽ ആരും വന്നില്ല. ആകെ വന്ന ആരാരോ എന്റെ തുടക്കത്തിലുണ്ടായ ഖാലിദ് ഖാൻ മാത്രം, എന്റെ അയൽവാസിയാ. അപ്പൊ ഖാലിദ് ഖാൻ വന്ന്, ഖാലിദ് ഖാന്റെ ഭാര്യ റഹ്മത്താത്തയും വന്നു. ഓല് രണ്ടാളും വന്ന്, ഞാനും എന്റെ ഭാര്യയും. അപ്പൊ 4 ആളായി. അപ്പൊ ബാലുസാറിനോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് 10 ആളെ വിളിച്ചാൽ ബൈജോ 2 ആളെ വരുള്ളൂ. അപ്പൊ കറക്റ്റാ, ബാലുസാർ പറഞ്ഞ കറക്റ്റാ, കളവ് പറഞ്ഞില്ല ബാലുസാർ. കാരണം 10 ആളെ വിളിച്ചിട്ടുണ്ട്, ഞാൻ 2 ആള് വന്നിട്ടുണ്ട്. ആ 2 ആളിലാണ് ഒന്ന് ഖാലിദ് ഖായും ഒന്ന് റഹ്മത്താത്തയും. കറക്റ്റാ, 10ൽ 2. അപ്പൊ എനിക്ക് മനസ്സിലായി 10 ആളെ വിളിച്ചാൽ 2 ആള് വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ബാലുസാർ പറഞ്ഞോട് ബൈജു എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായി സ്വാഗതം ഈ വരെ പറയണം. കാരണം നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരുത്തണല്ലോ. അപ്പൊ സ്വാഗതം ഈ പറയണം. ഞാൻ പറഞ്ഞു ബാലു ഈറ്റ പണിയാണെങ്കിൽ ഞാൻ ഈ എന്ത് ചെയ്യില്ല, ഈ ഹോം മീറ്റിംഗ് ഞാൻ വെക്കൂലേ. കാരണം 2 ആളെ മുന്നിൽ നിന്നിട്ട്, അത് 3 ആളെടുത്ത്, ഒന്ന് എന്റെ ഭാര്യന്റെ മുന്നിലും ഒന്ന് ഖാലിദ് ഖാന്റെ മുന്നിലും റഹ്മത്താത്തന്റെ മുന്നിലും സ്വാഗതം പറയാൻ എന്നോട്. പക്ഷെ ഞാൻ പറയൂ, എനിക്കാണ് അതിൽ എന്താ വയറ്റുന്ന ഒരു കാളിച്ച, അടിവയറ്റുന്നൊക്കെ എന്തൊക്കെയോ ഒരു ഗുളുഗുളു എന്നുള്ളൊരു സൗണ്ട്. അപ്പൊ എനിക്ക് ആകെ മുട്ടുകാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുക. വില മുഖത്ത് നോക്കി, ഭാര്യ അല്ലേ തന്നെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുക. ഞാൻ എന്തെങ്കിലും അബദ്ധം വിളിച്ചറിയാന്നുള്ളത്. ഓക്കെ, ഭാര്യക്കാണ് അതിലേറെ പേടി. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചറിഞ്ഞാല് നാളെ കാലിക്കായി ഇവരൊക്കെ ഈ പോണ വൈക്കിലോ എല്ലാരോടും ഒക്കെ കളിയാക്കും, വൈദ്യുതൊക്കെ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ബാലുസാറെ എന്നെ കൊണ്ട് പറ്റൂല, എന്റെ വീട് എന്ന് പറഞ്ഞാല് എന്റെയും കൂടി വീടാ. കാരണം ഞങ്ങളെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഇന്ന് ഈ എന്നെ സ്വാഗതം പറഞ്ഞു. അങ്ങനെ ബാലുസാറാണ് എന്റെ വീട്ടിൽ ആദ്യത്തെ ഹോം മീറ്റിങ്ങിന് സ്വാഗതം പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്വാഗതം പറഞ്ഞ് തുടങ്ങി. അങ്ങനെ അങ്ങനെ വട്ടൊക്കെ വരച്ച് പ്ലാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. 1ഉം 2ഉം പ്രാവശ്യം ഒന്നും ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ബൈജുവിനെ പോലുള്ള ആൾക്കാർക്കൊന്നും 1ഉം 2ഉം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അങ്ങനെ കുറേ നിരന്തരം ഇങ്ങനെ ഇപ്പൊ അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫീൽഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി കുറച്ച് ആളുകളുടെ അടുത്ത്. കാരണം ആൾക്കാർ സാധനങ്ങൾ വാങ്ങി ബാലുസാറെ. പിന്നെ എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഞാന് ബാലുസാറെ കൂടെ പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ചെലവാകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആരും എന്നോട് വാങ്ങുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബാലുസാറെ നീ വരുന്ന സമയത്ത് ഞാനോട് പോകുമ്പോൾ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ. അപ്പോഴാണ് ബാലുസാറിനോട് പറഞ്ഞത്, ഇതിന്റെ ട്രെയിനിങ്ങുകൾ ഉണ്ട്, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ ഉണ്ട്. ആ ട്രെയിനിങ്ങുകൾ പങ്കെടുത്താൽ ഇതെങ്ങനെ കൊടുക്കണം എങ്ങനെ വിൽക്കണം എന്ന് മനസ്സിലാവും. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വിൽക്കാൻ പറ്റുന്നു. അങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ 2-3 പ്രൊഡക്റ്റ് ട്രെയിനിങ് കയറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് ഈ കഫ്നിൽ എന്തിനാ കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ബുക്കില്ലേ ഫയൽ എടുത്തിട്ട് പൊലച്ചക്ക് പിന്നെ ഉറക്കം കിട്ടുന്നില്ല. 2:10 കിട്ടും. എന്റെ ജീവിതത്തിലാണെങ്കിൽ എന്താണ്
സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞു നടക്കുക. ഒരു കൽപ്പണിക്കാരന്റെ ഒരു മനസ്സിലും ഒരു ചിന്തയിലും സ്വപ്നങ്ങള്. ഇത് ഇന്നില്ലെങ്കിൽ നാളെ വലിയ വീട് വെക്കാൻ പറ്റും. കാരണം വീടാണല്ലോ കൽപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വീട്, മോഡൽ വീടുകളൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 10ഓ 50ഓ 60ഓ വീടുകൾ നമ്മൾ എന്തായിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓരൊക്കെ താമസിക്കുന്നുണ്ട് വലിയ വലിയ വീട്ടില്. ബൈജു ചെറിയ വീട്ടിലാ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ ഒരുപാട് സ്വപ്നങ്ങളും ചിന്തകളും ആ മനസ്സിൽ. ഒന്നും നിറവേറ്റാൻ കഴിയില്ല. കൂലിപ്പണിക്ക് പോയാൽ എന്തുണ്ടാക്കാനാ? അങ്ങനെ എന്ത് ചെയ്ത് ചിന്തകൾ നിറഞ്ഞിട്ട് ഭാര്യയെ കാണാൻ വലിയ സ്വപ്നമൊന്നുമില്ല. ഞാൻ പല മീറ്റിങ്ങുകളിലും സ്റ്റേജിലും പറയലുണ്ട്. കാരണം വലിയൊരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇന്നിങ്ങനെ ജീവിച്ചു പോകാന്നുള്ള ഒരു എനിക്കവിടെ ഒടുക്കത്ത ആഗ്രഹങ്ങളാണ്. വലിയ കാറിൽ പോകണം, വലിയ വീട് വെക്കണം, തോനെ സ്ഥലം വാങ്ങണം, ഇങ്ങനൊക്കെ. പക്ഷെ എന്തില്ല, അവസരമല്ല. അങ്ങനെയാണ് ഈ ഒരു അവസരത്തിലൂടെ അതൊക്കെ നടക്കുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഉറക്കല്ല. അങ്ങനെ പുലർച്ചയ്ക്ക് 4 മണിക്ക് എണീറ്റിട്ട് ബുക്ക് എടുത്ത് വായിക്കുക. പ്രൊഡക്റ്റ് ബുക്ക് എടുത്തിട്ടേ വായിക്കുക 4 മണിക്ക്. ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കഫ്നിൽ ഇപ്പോഴും ഞാൻ പറയും, കഫ്നിലിന്റെ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഞാൻ പറയും, തുളസി, ആടലോടകം, കൊഴിഞ്ഞില്, ഇരട്ടിമധുരം, തൃപ്പലി, നീലപുഷ്പം, കന്തകാരി, കച്ചോലം, പുതിന. 9 തരം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് അന്ന് 2018 പഠിച്ച ഈ 9 ഇൻഗ്രീഡിയൻസ് ഇപ്പോഴും കാണാപ്പാടാ. ഫസ്റ്റ് തന്നെ ഉള്ളത് കഫ്നില. ഞാൻ എവിടെ പോലെ ബുക്കൊന്നും നോക്കണ്ട, അന്ന് കാണാപ്പാടം പഠിച്ചതാ. അപ്പൊ ഇതേപോലെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറെ സാധനങ്ങൾ കാണാപ്പാടം അങ്ങോട്ട് പഠിച്ചപ്പോണ്ടല്ലോ. അന്ന് ഭാര്യ പറയാ, നിങ്ങൾ ഈ കണക്കിന് നിങ്ങൾ അന്ന് സ്കൂളിൽ പോണ കാലത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് ജോലിക്കാരനെക്കാട്ടും വലിയ പൈസ ബൈജു ഈ ബിസിനസ്സിലൂടെ വാങ്ങൂ. അതിനാണ് ഞാൻ ഈ 4 മണി. എനിക്കറിയാം അവസരം എവിടെ പഠിച്ചാലാണ്, എവിടെ വിത്തിട്ടാലാണ് മുളയ്ക്കാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 2018 ഈ പ്രൊഡക്റ്റ് ബുക്ക് എടുത്ത് വായിച്ചത്. കുറെ മുന്നേ ഞാൻ 1997 സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ ബുക്ക് പഠിച്ചിട്ടല്ല കാര്യവും, ഈ ബുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ് തിരിച്ചറിഞ്ഞത് 2018. ഹലോ, ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ 2018 കുറെ ബുക്കൊക്കെ പ്രൊഡക്റ്റിവിനെ കുറിച്ച് പഠിച്ച് പിന്നെ ആളുകളുടെ അടുത്തൊക്കെ വാങ്ങും. ഞാൻ ആദ്യം തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അയൽവാസിക്ക് ബാഗിലൊക്കെ തൂക്കിയിട്ട്, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പല ആളുകൾക്ക് സാധനം വിൽക്കാനും പോകാനൊക്കെ മടിയിരിക്കും. ഇത് കയ്യോണ്ട് ഞാൻ വിൽക്കണ്ടേ, ഇങ്ങനെ എന്റെ നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത്, വയലരാ ബൈജോ ഇനി ഇങ്ങോട്ട് കയറിക്കോ, എന്റെ ബാഗും ഇതൊന്നായിട്ട് ഇങ്ങോട്ട് കയറണ്ട, ഞങ്ങളെ പൈജി എന്തോ ഒരു ഉടായ്പായിട്ട് വന്നാൽ. പണ്ടേ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തോ ഉടായ്പായിട്ട് വന്നാന്നാണ്. കാരണം ജഗപുകയാണല്ലോ. പൊതുവെ ഞാൻ ഒരു ജഗപൊഗിയാ, സ്പീഡാ. കാരണം എനിക്ക് എന്താ പറയാ, ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കണം, അതിന്റെ ഒരു ഇതാ. അപ്പൊ ഇപ്പോൾ ആക്കാൻ നോക്കുമ്പോ നമ്മളെ ഇവരെ പറയുന്നുണ്ട്, ആര്, നമ്മളെ ഭവനേശ് സാർ എപ്പോഴും പറയുന്നത് ആക്കാൻ നോക്കാന്നുള്ള ഏർപ്പാട്. അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാണ് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോയിക്കാളെ നിർത്തി പോയിക്കാളെ. അതാണ് എന്റെ പോളിസി. അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അത് മുഴുവനാക്കുക ചെയ്യുക. അപ്പൊ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് കയറണം. അങ്ങനെ 100 രൂപ, അന്ന് 100 രൂപയേ ഉള്ളൂ കേട്ടോ നമ്മളെ പേസ്റ്റിന്, അല്ല അതിന് സോപ്പിന്. നമ്മളെ നീം സോപ്പിന് അന്ന് 75 രൂപയാണ്. 2018 75 രൂപയാണ്. ഇപ്പൊ 100 രൂപ അല്ലേ DP. അന്ന് 75 രൂപയാണ്. ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം വില വർദ്ധിച്ച്. അപ്പൊ 100 രൂപയ്ക്ക് MRPക്ക് ഞാൻ കൊടുത്തു അയാൾക്ക് സോപ്പ്. അപ്പൊ അയാൾ എന്നോട് ഇപ്പോഴും കണ്ടാ പറയാം, അയാൾ ഇപ്പോഴും ബിസിനസ്സിൽ വന്നില്ലല്ലോ ഇവിടെ. എടാ ബൈജു അജിന്റെ 100 രൂപന്റെ സോപ്പ് തേപ്പിച്ച് കുളിപ്പിച്ച ആളാണ് ഇപ്പോഴും പറയും അയാളിന്റെ കണ്ടാൽ. കാരണം അയാൾ ഭയങ്കര ക്യൂട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു സോപ്പ് ആയിരിക്കും തേച്ച് കുളിക്കുന്നു. ഇപ്പോഴും അയാൾ പറയും. അയാൾ നീ ബിസിനസ്സിലൊന്നും വന്നിട്ടില്ല. ഇപ്പൊ അയാൾ എന്നോട് ഇപ്പൊ നാൾ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ബൈജു ഇയൊക്കെ വേറെ ലെവലിൽ എത്തിയപ്പോ അല്ലേ, അന്ന് ഈ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ എന്റെ കൂടെ ചേർന്നാ മതി, ചെയ്യാൻ മതി. നാളെ ഒരു കല്യാണ വീട്ടിൽ എത്തിയപ്പോ എന്നോട് പറയാം. അപ്പൊ ഞാൻ വിട്ടുപോകുന്ന അയാൾ വിചാരിച്ച് ഇതൊന്നും നാളെയുള്ളവർ. അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങൾ വന്നിരുന്ന. അങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പറയാൻ പോയി കൊടുത്ത സമയത്തൊക്കെ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് ഉള്ളോട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് കൊടുത്തതിന്റെ ഒരു അനുഭവം പറയാം. അതെന്താ വെച്ചാല്, ഒരു അസൈനാർക്കാണ്ട് എന്റെ വീടിന്റെ അടുത്ത്, ലേശം പ്രായമുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു ലേശം പ്രായമുള്ള ആളല്ലേ, അയാൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അപ്പോ ലേശം പ്രായമുള്ള ആളാ. അപ്പൊ ഉള്ളോട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അയാൾക്ക് എന്താ സംഭവിച്ചാൽ ചിലപ്പോ അയാൾ മരിച്ചു പോകുന്നതൊക്കെ പേടിയുണ്ടായിരുന്നു. കാരണം ഉള്ളോട് കഴിക്കാനുള്ള നമ്മള് നോവേദന ക്യാപ്സൂളും സ്പിരുലിന ഗോൾഡ് ഉള്ളോട് കഴിക്കാനുള്ളത്, ചാമ്പി തൈലും, ഇത് 3 കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് അന്ന് കൊടുത്തിട്ടുള്ളത്. മൂപ്പരിങ്ങനെ ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ നേരിൽ കണ്ട അസൈനൊക്കെ കാലിൽ എന്ത് വെച്ച് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞടാ നീരൊക്കെ വന്നിട്ട് മുട്ടുവേദന എല്ല് തേയ്മാനാണ്, നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്, ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചില്ല ഉള്ളോട് കഴിക്കണ്ടേ, അടിപൊളി ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അസൈനർക്ക, ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അതൊക്കെ എന്റെ ഡയലോഗ് കിട്ടും, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവില്ല, എല്ല് തേയ്മാനം ഉണ്ടാവില്ല, നീരുണ്ടാവില്ല, നിങ്ങൾക്ക് സാധാരണ നടക്കുന്നതിന് നടന്നു പോകുന്നൊക്കെ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. എന്റെ ഡയലോഗ് അതൊക്കെ. ഇത് കേട്ടപ്പോ എന്താ അറിയില്ല, അസൈനർക്ക ഏതായാലും എല്ലാവർക്കും വേദന മാറുകയാണല്ലോ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു
എന്റെ അടുത്ത് എന്നോട് ചോദിച്ചു എന്റെ അടുത്ത് കയ്യിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലില്ല, ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെ എടുത്തില്ല. അപ്പൊ എന്നാ ഈ കൊണ്ടുവരേണ്ടി. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ എന്റെ കയ്യിലില്ലാത്തതിനെ കൊണ്ട് പൈസ അന്ന് എന്റെ കയ്യിലും വാങ്ങി കൊടുക്കാനുള്ള പൈസ അല്ല. ഇത് ഓഫീസിൽ പോയിട്ടാണ് അന്ന് ഇവിടെ പൂളാടിക്കുന്നാണ് ഓഫീസ്, കോഴിക്കോടല്ല. ഒറ്റ ഓഫീസേ ഉള്ളൂ കോഴിക്കോട്. ഞാൻ വന്ന സമയത്ത് തുടങ്ങുന്ന സമയത്താണ് കോഴിക്കോട് ഓഫീസ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ആദ്യമായിട്ട് ഓഫീസ് വരുന്നത്, കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ട് ഓഫീസ് വരുന്നത് 2018 അന്ന് ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരാഴ്ച കഴിഞ്ഞപ്പോ. അങ്ങനെ അതുവരെ മംഗലാപുരത്ത് നിന്ന് എഴുന്നൊക്കെ കൊണ്ടുവരുന്നെന്ന് ഇവര് പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഓരൊക്കെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നത്, ആ അനുഭവം നമുക്ക് ഇല്ല. കാരണം നമ്മളെ മുറ്റത്ത് ഇപ്പൊ സാധനം ഉണ്ട്, അന്ന് ഇപ്പോഴാണ് നമുക്ക് വാല്യൂ ഇല്ലാത്ത, അന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ അസൈനാർക്ക് എന്നോട് പറഞ്ഞ് എന്ത് കയറും. പിന്നെ ഞാൻ പറഞ്ഞ അസൈനാർക്ക് ഓഫീസിൽ ബില്ലിംഗ് ആണ്, പൈസ കൊടുക്കണം. അപ്പൊ ഞാൻ MRP വില കൂട്ടി വേഗം ഓരോ വീട്ടിൽ നിന്ന് ഓരോ കണ്ടപ്പോ MRP വില കൂട്ടിയപ്പോ വേഗം MRPക്ക് പൈസ എടുത്ത് തന്ന് ഞാൻ എന്ത് ചെയ്തു തരാം, MRPക്ക് പൈസ എടുത്ത് തന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളോട് പറഞ്ഞ സമയത്ത് തന്നെ DP പ്രൈസിനെക്കാട്ടിലും വലിയ വില MRP വില കിട്ടുക. അപ്പം 2250 രൂപയാണ് അന്ന് DP പ്രൈസിന് ഈ 3 പ്രൊഡക്റ്റ് കൂടി. അതൊക്കെ കൊടുത്തതിനെ കൊണ്ട് ഇത്ര ബൈഹാർട്ട് എന്താ അറിയോ, 2250 റുപ്യുള്ളൂ DP പ്രൈസ് അന്നത്തെ പ്രൊഡക്റ്റിന്, ഈ 3 പ്രൊഡക്റ്റുകൾക്ക്. അങ്ങനെ 2700 സംതിങ് MRP ഉണ്ട്. അങ്ങനെ 500 ചില്ലാ റുപ്യ എനിക്ക് ലാഭമുണ്ട്. പ്രൊഡക്റ്റുകൾ MRPക്കാണല്ലോ കൊടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ലാഭം കിട്ടും. ഇനിയിപ്പോ അയാൾ മരിച്ചാലും വേണ്ടിയില്ല മരിച്ചില്ലേ വേണ്ടി ലാഭം കിട്ടുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് നമുക്ക് വിശ്വാസമല്ലല്ലോ ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ്. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി കൊടുത്തു. ഒരു മാസം പ്രൊഡക്റ്റ് കൊടുത്ത് ഒരു മാസം ഞാൻ ആ ബൈക്കിൽ പോയില്ല. ഒരു മാസത്തേക്കുള്ള ക്യാപ്സൂളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു മാസത്തേക്ക് കൊടുത്ത് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. കാരണം എന്തുകൊണ്ടാണ് പോവാന്, എനിക്ക് പേടിയായിട്ട്, ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് കൊടുത്ത് പേടിയായിട്ട്. അങ്ങനെ അത് കൊടുത്ത് വീട്ടിലേക്ക് പോന്ന്. പിന്നെ ഒരു മാസം കഴിഞ്ഞാലുണ്ട് അസൈനായിരിക്ക എന്റെ മോന് അതിന്റെ ആ റൂട്ടിൽ കൂടിയാണ്, 1 കിലോമീറ്റർ ഉള്ളൂ, ആ റൂട്ടിൽ കൂടിയാണ് സ്കൂളിലേക്ക് പോവുക. അന്ന് ബൈക്ക് വണ്ടിയിലൊന്നുമില്ല. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ അച്ഛനോട് ഒന്ന് ഇതിലെ വരാൻ പറയണം. അപ്പൊ മോൻ വീട്ടിൽ എന്ന് പറഞ്ഞ അച്ഛൻ നിങ്ങളോട് അസൈനാർക്ക് അതിലെങ്ങനെ ചെല്ലാൻ പറഞ്ഞു, ഇക്കാ നിങ്ങള് മരുന്ന് എന്തോ കൊടുത്തില്ലേ അതിലെ ചെല്ലാം. അപ്പൊ ഞാൻ ആകെ പേടിയായിരിക്കും. കാരണം വെച്ചാല് ഇതെന്തോ പണി കിട്ടിയെന്നുള്ളത്. അങ്ങനെ പണി കിട്ടിയെന്നുള്ള പ്രശ്നമായി ഞാൻ അവിടെ പോയില്ല, ആ ബൈക്കിൽ പോയില്ല. പിന്നുണ്ട് ഒരു ദിവസം എന്റെ അച്ഛൻ അതിലെ വരുന്ന സമയത്ത് അച്ഛനോട് വന്ന് എന്റെ മോനോടൊന്ന് ഇതിലെ വരാൻ പറയണം, മരുന്ന് തീർന്ന് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായ ആവേശം പറയണ്ട. നമുക്കറിയാലോ, ഒരാളെടുത്ത് പ്രൊഡക്റ്റ് എടുത്ത് വീണ്ടും അയാൾ ചോദിക്കുക. അപ്പൊ എന്റെ ചിന്ത എന്താ, ഇനി ഒരു 550 റുപ്യ ലാഭം കിട്ടും, അയാൾ പ്രൊഡക്റ്റ് വാങ്ങും. ഇതൊക്കെയാണ് എന്റെ ചിന്ത. ഞാൻ പിന്നെ നിൽക്കാനൊന്നും വീട്ടിലൊന്നും നിന്നില്ല. ജോലി കഴിഞ്ഞ് ആ സ്പോട്ടിൽ പോയി അസൈനർക്കാന്റെ വീട്ടിൽ. അസൈനർക്ക എന്തൊക്കെയാ, കാലിന് മാറിയോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എടാ നല്ല മാറ്റമുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് വേദനയൊന്നുമില്ല, നല്ല റിസൾട്ട് ഉണ്ട്. അങ്ങനെ വീട്ടാൽ ഒരു മാസത്തേക്ക് അങ്ങനെ വീണ്ടും പൈസ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് കൊടുത്ത നല്ല റിസൾട്ട് ആണ്. അങ്ങനെ ആദ്യമായിട്ട് ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റ്. ഇപ്പൊ പല ആളുകൾക്കും ഒരു പ്രശ്നം ഉണ്ടോ, പേടിയുണ്ടോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പുതിയ ആൾക്കാരോടാട്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതാനുഭവത്തിൽ ഈ ബിസിനസ്സിലൂടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ്. അങ്ങനെ പിന്നെ എല്ലാവർക്കും നിരത്തി കൊടുക്കാൻ തുടങ്ങി, എല്ലാവരും വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ബൈജുന്റെ ബിസിനസ് കയറി വന്ന് അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റാറായി, റൂബിയായി, TC ആയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് റൂബി ആണ്. 2 ആഴ്ച കഴിഞ്ഞ സമയത്താണ്, അന്ന് ബ്രോൺസ് ഇല്ല, സിൽവർ ഇല്ല, കോർഡിനേറ്റർ അങ്ങനത്തെ റാങ്ക് ഒന്നുമില്ല. ഫസ്റ്റ് ഞങ്ങൾ വരുന്ന സമയത്ത് ഓൺലി ഫസ്റ്റ് സ്റ്റാർ റാങ്ക് ആണ് ഉള്ളത്. ഇപ്പോഴാണ് സിൽവറും ബ്രൗൺസ് ഒക്കെ വന്നത്. അങ്ങനെ സ്റ്റാറായി കഴിഞ്ഞ 2 ആഴ്ച റൂബി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ TC ആയി. അപ്പൊ വളരെ ഫാസ്റ്റ്. അപ്പൊ ബെൽനി സാറോട് ഞാൻ പറഞ്ഞ് നളന്തയിൽ കണ്ട സമയത്ത്, ബെൽനി സാറെ ഞാൻ 2 ആഴ്ചനെ കൊണ്ടാണ് സ്റ്റാർന്ന് റൂബിയിലേക്ക് ആയതെന്നാണ്. അപ്പൊ ബെൽനി സാർ എനിക്ക് ഷൈക്കൻഡ് ഒക്കെ തന്ന് കൺഗ്രാചുലേഷൻ ബൈസാറെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആവേശം. നമ്മളെക്കാട്ടും വലിയൊരു ലീഡർ നമുക്ക് നമ്മളെ കൺഗ്രാചുലേഷൻ ഷൈക്കൻഡ് ഒക്കെ തന്ന സമയത്ത് ഭയങ്കര ഒരു എനർജി. അപ്പൊ ബെല്ലി സാറൊക്കെ അത്ര ഒരു ലെവലിലാണല്ലോ അന്നത്തെ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര എനർജി. അന്നൊക്കെ ബെല്ലി സാർ കാറിൽ ഒരാൾക്ക് മാത്രമേ കാറുള്ളൂ. കാരണം ഈ ബിസിനസ്സിലൂടെ വന്നെടുത്തിട്ട് ഈ സലീ സാർക്കും ബെല്ലി സാർക്കും മാത്രമേ കാറുള്ളൂ. അന്നൊന്നും ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, പോർക്കൊന്നും കാറൊന്നുമില്ല. ബെല്ലി സാറെ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുക. പിന്നെ അതേപോലെ സുബി സാർക്കും അന്ന് ഒരു ചെറിയ ടിയാഗോ കാറൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെ അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കല് ഞങ്ങൾ. അങ്ങനത്തെ ഇന്നത്തെ ഈ ഒരു ടീമിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ 100 കണക്കിന് ആളുകൾ കാറ് വാങ്ങിക്കഴിഞ്ഞു ഈ സമയം കൊണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് 2 ആൾക്കേ കാറുള്ളൂ, 2 ആളെ സീലിംഗ് അച്ചീവർ ഉള്ളൂ. ഞാൻ വരുന്ന 2018 2 ആളെ സീലിംഗ് അടിച്ചുള്ളൂ, ഒന്ന് ബെൽനി സാറും ഒന്ന് സൈലി സാറും.
അങ്ങനത്തെ 100 കണക്കിന് ആളുകൾ ഇന്ന് സീലിംഗ് അച്ചീവർ ആണ്, 100 കണക്കിന് ആളുകൾ ഇന്ന് കാർ അച്ചീവറാണ്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ ഒന്ന് ബിസിനസ് വലുതൊക്കെ മാറിക്കഴിഞ്ഞ്, ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അപ്പൊ ഇങ്ങനെയാണ് ഈ ബിസിനസ് സമയമായി കഴിഞ്ഞ്. അപ്പൊ ഈ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഈ ബിസിനസ് വന്ന് അങ്ങനെ സ്റ്റാറായി, റൂബിയായി, ടി സി ആയി, എ ടി സി ആയി, ഡി ടി സി ആവലും ഫസ്റ്റിൽ ഒരു ദിവസം മീറ്റിങ്ങിന് നടന്നേ പോലും വീണ്ടും ആണ് പറയുന്നത് പത്തനംതിട്ടയിൽ കൊറോണ. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ഇത് വലിയ കാര്യമൊന്നുമില്ല, പത്തനംതിട്ടയിൽ ഒരാൾക്ക് കൊറോണ ഉള്ളതിന് മുമ്പ് എന്താ കാര്യം. അപ്പോഴാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നം. അയ്യോ, ഞാൻ വിചാരിച്ചു പടച്ചോനെ ബിസിനസ് കഴിഞ്ഞ്. ഞാൻ ആൾക്കാരുടെ അടുത്ത് ഞാൻ കാറ് വാങ്ങും, വീട് വെക്കും, ഭാര്യന്റെ അടുത്ത് വലിയ സംഭവമാക്കും, ആനയാക്കും ചേനയാക്കും എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് എന്ത് ഇത് ആളെ വെച്ചിട്ടുള്ള പരിപാടിയാ. അപ്പോഴാണ് കൊറോണയ്ക്ക് ആളെ വീട്ടിലേക്ക്, ആളെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റില്ല, ആളെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഞാൻ വിചാരിച്ചു ബിസിനസ് ഒക്കെ തകർന്ന് കമ്പനിയൊക്കെ പൂട്ടിപ്പോവും, എല്ലാം പ്രതീക്ഷ കംപ്ലീറ്റ് കൈവിട്ട്. അപ്പോഴാണ് വീണ്ടും എല്ലാവരും പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ കവചപ്രാവശ്യം കഴിക്കൂ, ആയുഷിന്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കൂ, ആരോഗ്യം നിലനിർത്തും. അത് പിന്നെ ഭയങ്കര മോട്ടിവേഷനായി എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി, എല്ലാവരും പേടിച്ചിട്ട് വാങ്ങിക്കുക. അങ്ങനെയൊക്കെ ബിസിനസ് കുറെ കൊണ്ടുവന്ന് നളന്തയിലെ മീറ്റിംഗ്, ഞാൻ എല്ലാ മീറ്റിങ്ങിലും ആളുകളെ, നളന്തയിലൊക്കെ ഇഷ്ടം പോലെ ആളുകളെ കയറ്റിയിട്ടാണ്. GTS പ്രധാന പ്രാധാന്യമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണോ. പുതിയ ആളുകളോടാ പറയുന്നത്, എത്രത്തോളം നമ്മൾ GTS ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വ്യക്തികളെ കൊണ്ടുപോകുന്നോ, 1-to-1 കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ എഫക്റ്റ് ആണ്, എത്രയോ മെച്ചാണ് എന്ത് ടീം ഡെവലപ്പ് ചെയ്യാൻ GTS സെന്ററുകൾ. GTS സെന്റർ ഉപയോഗിച്ചാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സിംഗിൾ ആയിട്ട് പോയി പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണ്. അത്രയും ആളുകളെ കൂടി ഇരുന്നിട്ട് അങ്ങനെ ഞാൻ 10-20 ആളുകളൊക്കെ നളന്തയിലേക്ക് വിളിക്കൂ, ആരും വരൂല, 1-2 ആൾക്കാർ വരും. എന്റെ ഫസ്റ്റത്തെ പരിപാടി നളന്തയിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട് സീറ്റ് കൊണ്ടുപോയി ഇരുത്തും ആളുകളെ. എന്തിനാ? അവിടെയൊക്കെ എന്റെ ഡയറി വെക്കും, പെന്ന് വെക്കും, ചീർപ്പ് വെക്കും, അതേപോലെ തന്നെ വണ്ടീന്റെ ബൈക്കിന്റെ ചാവി വെക്കൂ, ഇങ്ങനെയുള്ള ഫയൽ വെക്കൂ, പിന്നെ ബ്രൗഷർ വെക്കും. ഇങ്ങനെ 10-20ഓളം ഫ്രണ്ടിൽ ഇങ്ങനെ സീറ്റ് പിടിച്ചു വെക്കും. ഈ സീറ്റ് പിടിച്ചു വെക്കുന്ന സമയത്ത് 20 ആളെ വിളിക്കും. 20 ആളില് ചില ആളുകൾ പറയും വണ്ടി പഞ്ചറാണ്, ചില ആളുകൾ പറയും ബ്ലോക്കിലാണ്, ചില ആളുകൾ വരാൻ പറ്റില്ല, ചില ആളുകൾ മരിച്ചോട് കൊണ്ടുപോയി, അങ്ങനെയുള്ള ഒരുപാട്. ലാസ്റ്റ് 20 ആൾ വരൂല. ലാസ്റ്റിന്റെ പണി എന്താ? ലോട്ടറിക്കാരമാതിരി ബസ്സിൽ ലോട്ടറി ഇട്ടുള്ള ബാക്കി ഈ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കലാണ് എന്റെ പണി. അങ്ങനെ കുറെ സാധനങ്ങൾ, കുറെ ആൾക്കാർ അങ്ങനെ നെഗറ്റീവായി ചടപ്പായി വരെ. ബാലുവിനോട് പറഞ്ഞു, ബാലു വിളിച്ചിട്ടൊന്നും വരുന്നില്ല ആരും, ഇങ്ങനെ ഒന്നും നടക്കൂല, മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലേക്ക് പിന്നെ 1-2 ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഫസ്റ്റിൽ ഞാൻ ഈ ഒരു പേസ്റ്റ് കൊടുത്തിട്ട ഒരാളാണ് ഡ്രൈവർ പ്രശോഭ് കുന്നമംഗലം പറഞ്ഞിട്ടുള്ള അയാൾ ഇതിന്റെ DTC എന്ന് പറഞ്ഞ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതേപോലെ സുരേഷ് പുത്തൂർമടം, അയാൾക്ക് ഞാനൊരു കഫ്നിൽ കൊടുത്തിട്ടാണ്. അന്ന് 120 രൂപയുള്ള പേസ്റ്റിനും കഫ്നിലൊക്കെ. അപ്പൊ പേസ്റ്റ് കൊടുത്ത ഒരു പ്രശോഭ് ഇതിന്റെ DTC ആണ്, കഫ്നിൽ കൊടുത്തവരെ ഒരു സുരേഷ് സാർ പുത്തൂർമടത്തിന്റെ ZDC ആണ് ഇന്ന്. പിന്നെ ഖാലിദ് ഖാൻ എന്ത് ചെയ്തോ അതും കൂടി പറഞ്ഞുതരാം. ഖാലിദ് ഖാന്റെ കഥ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ ഖാലിദ് ഖാൻ ഒന്നും ചെയ്തില്ല. ഹലോ, കേൾക്കണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖാലിദ് ഖാൻ ഒന്നും ചെയ്തില്ല. ഖാലിദ് ഖാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കണ കേസല്ല, ബൈജു ഇതിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പം നിർത്തും, ബാലുപ്പം നിർത്തും വിചാരിച്ച് ഖാലിദ് ഖാൻ എന്നെ ബാലുവിനെ നോക്കി നിന്നു. ഇതെന്താവും, ഇവരിപ്പം നിർത്തും എന്ന് വിചാരിച്ചിട്ട് നോക്കി നിന്ന്. ഖാലിദ് ഖാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്ത അങ്ങനെ ഞാൻ TC ആയി, ATC ആയി, DTC അങ്ങനെ കോട്ടോ സൂട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇത് നിർത്തൂല എന്ന് മനസ്സിലായി. അങ്ങനെ ഖാലിദ് പിന്നെ മെല്ലെ വന്ന് അയാള് മൂപ്പരെ പരിപാടി എന്താ പറയുക. ഇപ്പൊ പല ആളുകൾക്കും ഉണ്ടാവും, ഞാനെ കുറ്റപ്പെടുത്തി പറയാ, കളിയാക്കി പറയുന്നല്ലോ. ഖാലിദ് കുറ്റപ്പെടുത്തി പറയല്ല, നിങ്ങൾക്ക് ആരെയും എഫക്ട് ചെയ്യാൻ ഒന്നും പറയല്ലേ, പറയാൻ പ്രത്യേക കാരണം പരിപാടി എന്താ വെച്ചാല് മെയിൻ ഐഡിയിൽ മാത്രം പൈസ കിട്ടുന്ന പരിപാടിയാണ്. മാസത്തിൽ കാണിക്കാനെ കേൾക്കണോലെ അറിയണോലെ പറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാ മാസവും മന്ത്ലി ഒരു 1000 റുപ്യ കൊണ്ടുപോയി കയറ്റും മെയിൻ ഐഡി. എന്തിനാണ്? ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കച്ചവടം നടന്നത് 1000 റുപ്യെങ്കിലും കയറുമല്ലോ. ഇത് ആ കയറ്റിയില്ല കയറില്ല, സ്റ്റാർ ആൻഡ് അബോ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഇത് തന്നെയാണ് ഖാലിദ്. എവിടെ കണ്ടാലും ഞാൻ എന്തിന് വേറെ കണ്ടാലും ഖാലിദ് അല്ല, ഖാലിദ് മെയിൻ ഐഡി പൈസ കിട്ടിയില്ല. ഇത് മാത്രം എനിക്ക് മൂപ്പരോട് ചോദിക്കാണ്ടാവും. കാരണം മൂപ്പരൊന്നും ചെയ്യൂല, ചെയ്യാൻ മൂപ്പരെ വിളിച്ചാൽ വരില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഇത് തന്നെയാ പരിപാടി. അങ്ങനെ മൂപ്പർക്ക് മനസ്സിലായി. കുറച്ചേരം ഒന്ന് ടേസ്റ്റ് അറിയിച്ചു കൊടുത്തു, വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ചെയ്തില്ല. അങ്ങനെ മൂപ്പര് ബൈജുവിനെ നോക്കി നിന്നു, ബാലുവിനെ. അങ്ങനെ ഞങ്ങള് സ്റ്റാറും റൂബി DC ATC DTC ഒക്കെ STC ഒക്കെ ആയപ്പോ ഇപ്പൊ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കുറെ ആളെ തന്നിട്ടോ. പിന്നെ കുറച്ച് ആളുകളെ ബാലുശ്ശേരിയുള്ള നൗഷിദ മേഡൊക്കെ അല്ലേ, ആ ടീമിനൊക്കെ തന്നത് ഖാലിദ് ഖായാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. കാരണം അദ്ദേഹം ചെയ്തില്ലേലും എന്നെ നോക്കി നിന്നാലും അദ്ദേഹം നൗഷിദ മേഡത്തിന് തന്നത് റഹ്മത്താത്തും ഖാലിദ് ഖായ. അതിലൂടെയാണ് ഇന്ന് ബൈജുവിനെ ദൈവം സഹായിച്ച് അവിടെ ഒരു ടീമും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളെ നമ്മൾ ഒഴിവാക്കരുതെന്ന് പറയാൻ കാരണം അതാണ്.
അങ്ങനെ അയാൾ വാങ്ങട്ടെ, അയാൾ എത്രത്തോളം വാങ്ങുന്നില്ല അയാൾക്കറിയാം. ഒരു വലുത് 1000, 500, 1000 കിട്ടുന്നൊന്നും ഇതുവരെ ഒരു കുശുമ്പും കാണിച്ചിട്ടില്ല ബൈജു. അയാൾക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഖാലിദ് കൈക്ക് എന്റെ അയൽവാസിയല്ലേ, ഇപ്പൊ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിക്കണം അയാൾക്ക് അങ്ങനെ കിട്ടണ്ടെന്ന്. അയാളെ ലെഫ്റ്റ് റൈറ്റൊന്നും ഞാൻ ഒരു സമയം കഴിഞ്ഞ് അയാൾക്ക് മനസ്സിലായാൽ അയാൾ ഇറങ്ങും എനിക്ക് മനസ്സിലായി. അങ്ങനെ ടീമിനെ നിന്ന് വലിയൊരു ടീമൊക്കെ അവിടെയൊക്കെ ആവാനൊക്കെ ആയിട്ടുള്ള സഹായിച്ച് അങ്ങനെ ഖാലിദ് ഖാൻ നിന്റെ ZDC ലീഡറാണ് FTC പോയിക്കൊണ്ടിരിക്കുക. ഹലോ, അങ്ങനെ നോക്കി നിന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് ഇന്നൊരു FTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ID പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു നേരത്തെ ഞാൻ കേറിയ സമയത്ത് തന്നെ കേട്ട അനിൽ സാർ പറഞ്ഞ ഒരു വാക്കാണ്. കാരണം വെച്ചാൽ ഒരു പ്രോഗ്രാം വെക്കുന്നത്, ഒരു നാടകം ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കലാപരിപാടി ആയിക്കോട്ടെ, പിന്നില് അണിയറ പ്രവർത്തനങ്ങൾ ഉണ്ടോ ഇല്ലയോ? അപ്പൊ അണിയറ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അലങ്കരിച്ച്, ഒരു ഉത്സവം ആയിക്കോട്ടെ, ഒരു തെറ ആയിക്കോട്ടെ, ഒരു ഡാൻസ് ആയിക്കോട്ടെ, ഒരു പാട്ട്, അണിയറയിൽ നിന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ട് അണിഞ്ഞൊരുക്കിയിട്ട് സ്റ്റേജിലേക്ക് ഇറക്കിയാലേ ഉള്ളൂ ആ ഒരു കലാകാരൻ അത്രയും പെർഫെക്റ്റ് ആവുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ അണിയറയിൽ കുറെ പണികളുണ്ട് ഒരു പ്രോഗ്രാം വരുമ്പോൾ സമയത്ത്. അതിൽ ഇങ്ങനെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടെൻഷൻ കൂടാതെ പ്രോഗ്രാം നടത്തണമെങ്കിൽ എന്തായാലും നമുക്ക് പൈസയാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന സംഭാവനകൾ കൂമ്പാരമാവുമ്പോൾ പരിപാടി ഗംഭീരാവുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സംഭാവനകൾ കൂമ്പാരമാക്കിയാൽ അനിൽ സാറ്, രഞ്ജിത്ത് സാറും പരിപാടി ഗംഭീരാക്കി തരും. അതുകൊണ്ട് എല്ലാ ആളുകളും ടിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിരത്തി കൊടുക്കുക, ഏറ്റെടുക്കുക. അതുപോലെ തന്നെ പ്രോഗ്രാമില് അനിൽ സാറ് പ്രോഗ്രാം വെച്ച് തരുന്നുണ്ട്, അത് നിങ്ങളെ ഭാഗ്യം. കാരണം ആ പ്രോഗ്രാമിലേക്ക് ബൈജുവിനെ പോലെ 2018 ബൈജു ഭ്രമരത്തിന് കയറിയ പോലെ നിങ്ങളിൽ ഒരാളെ ഇപ്പൊ നിങ്ങൾ കയറ്റുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 2030 ആകുമ്പോഴത്തേക്ക് ഒരു FTC ലീഡറെങ്കിലും നിങ്ങളെ ടീമിൽ ഉണ്ടാവും എന്നുള്ളതിന് 100% ഉറപ്പിച്ച് ഞാൻ പറയും. കാരണം വെറുതെ ഉണ്ടാവില്ല, അയാളെ കൂടെ നിങ്ങൾ നിന്ന് പ്രവർത്തിച്ച് ഇതേപോലെ തന്നെ ഒരു കരിങ്കല്ലിനെ കൊത്തി ശില്പാക്കുന്നത് പോലെ നിങ്ങൾ കുറെ കൊത്തുകൾ കൊത്തിയിട്ട് അയാളെ വേദനിപ്പിച്ചിട്ട് ആ വേദന കൊണ്ടിട്ട് നല്ലൊരു ശില്പായി മാറുകയാണെങ്കിൽ നമ്മളെ ആരാധിക്കാനായിട്ട് എന്നും കുറെ ആളുകൾ നമ്മളെ മുന്നിലുണ്ടാവും. അപ്പൊ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടാണ്, ഒരുപാട് കൊത്തിയിട്ടുണ്ട് ബാലുസാറ് ഈ ശരീരത്തിൽ. അങ്ങനെ കൊത്തി ഒരു ശില്പാക്കിയിട്ടാണ് FTC ലീഡറാക്കി RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യണം, ഒരാളെ കിട്ടി വിചാരിച്ചിട്ട് പ്രോഗ്രാം കൊണ്ടുപോയിട്ട് വിചാരിച്ചിട്ട് അയാൾ ഒരു ശില്പായി മാറൂല. അപ്പം ഒരുപാട് അതിന്റെ പിന്നിൽ കുറെ വേദനകളുണ്ട്. ഇപ്പം ബൽജി സാറൊക്കെ പറയുന്ന ഒരു കഥകളാണ്. ഒരു അച്ഛനാവാൻ എളുപ്പമാണ്, പക്ഷെ ഒരു രക്ഷിതാവാണെങ്കിൽ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെ? ഒരു രക്ഷിതാവാണെങ്കിൽ ആ കുട്ടീനെ നോക്കണം, സ്കൂളിൽ പഠിപ്പിക്കണം, ജോലി വാങ്ങിക്കൊടുക്കണം, പിന്നെ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു രക്ഷിതാവാകുന്ന സമയം. അച്ഛനാവാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ നമ്മളെ ഈ ടീമിലേക്ക് ID എടുത്തിട്ട് വരാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ലീഡർ ആവണമെങ്കിൽ എന്താവണം? ഒരു ലീഡർ ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം. ശരിയല്ലേ? അപ്പൊ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഒരു ലീഡറായിട്ട് മാറുന്നത്. ഞാൻ ഒരൊറ്റ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് കഥ അല്ല, ഒരു മെസ്സേജ് ആണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ഹോട്ടൽ, നമ്മളിപ്പോ ആരായാലും ഒരു നാട്ടിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട, ആ ഹോട്ടലിലേക്ക് നല്ലൊരു കുക്കിനെ വേണം, അല്ലെ? നല്ലൊരു ഭണ്ടാരി എന്നല്ല പറയാ, ഭണ്ടാരി, ഒരു കുക്ക് ചെയ്യുന്ന ഒരാൾ വേണം ആ ഹോട്ടലിലേക്ക്. അതാണ് നമ്മളൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക. രണ്ടാമത്തെ ചിന്തിക്കുക, നമ്മൾ അത് ഏത് സ്ഥലത്ത് ഹോട്ടൽ വെക്കണം എന്ന് ചിന്തിക്കും. ആളില്ലാത്തടത്ത് ഹോട്ടൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ആരും ഇല്ലാത്തടത്ത് ഒരു കാര്യമില്ല, കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ ഈ ഹോട്ടല്, അതിലൊക്കെ പുറമെ ആ ഒരു ഹോട്ടല് തുടങ്ങി, ആ ഹോട്ടല് നല്ല കുക്കിനെ വെച്ച് ഒക്കെ തുടങ്ങി നമ്മൾ സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് ആര് വരണം? നല്ല വിശപ്പുള്ള കസ്റ്റമർ വരണം. ഹലോ, നല്ല വിശപ്പുള്ള കസ്റ്റമർ വന്നാൽ മാത്രമേ ഉള്ളൂ എന്തുണ്ടാവുള്ളൂ, ആ ഹോട്ടൽ വിജയിക്കുള്ളൂ. അപ്പൊ ആ വിശപ്പുള്ള മനുഷ്യരാരാ? നമ്മളല്ലേ, കസ്റ്റമർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇതേപോലെ ചെയ്യണ്ടേ. കാരണം നല്ല കസ്റ്റമർ ഫീൽഡിലുണ്ട്. ഒരു സമയം വരെയുള്ളൂ എന്തുണ്ടാവുള്ളൂ, ഒരു നമ്മൾ ഈ ടീമിലേക്ക് കുറെ ആളുകൾ കടന്നു വരും. പുതിയ ആളുകളിലേക്ക് പോവുക. പുതിയ നമ്മൾ ഒരാളെ കിട്ടിയിരിച്ചാൽ അടുത്ത ആളിലേക്ക് പോകാൻ നോക്കരുത്. വീഴുന്നതിന് മുന്നേ, അല്ലെ ബിസിനസ് സ്ലോ ആവുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മളെ ചിന്ത മാറ്റി പുതിയ ആളുകളിലേക്ക് പോകണം. കിട്ടിയ ആളെയും വെച്ചിട്ട് ഓടല്ല വേണ്ടത്. കിട്ടിയ ആളുകളെ നിലനിർത്തിക്കൊണ്ട് മറ്റാളുകളിലേക്ക് ഓടണം. ഹലോ, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല, നമ്മൾ പിന്നെയാക്കാം. അപ്പൊ ഉള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട്
അടുത്ത ആളുകളിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട്, അപ്പൊ എനിക്കുണ്ടായ ഈ ബിസിനസ്സിലുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന് മൊബൈൽ ഫോണ് എടുത്ത്, അതേപോലെ തന്നെ ലാപ്ടോപ്പ് എടുത്ത്, DTC എന്ന് പറഞ്ഞാകുമ്പോൾ റാങ്ക് ആകുമ്പോൾ ബാലു സാർ പറഞ്ഞ് DTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ആയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് എടുക്കും. അങ്ങനെ ഒരു ലാപ്ടോപ്പ് എടുത്ത്, അതേപോലെ തന്നെ ബൈക്ക് പിന്നെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ ഇനിയിപ്പോ എന്തായാലും ലൈസൻസ് ഒക്കെ എടുത്ത്, എൻ്റെ ഒരു ആഗ്രഹം ഈ ബിസിനസ്സിൽ വന്നവരാണ് പാൻ കാർഡ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ പാൻ കാർഡിനൊന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ 50,000 1 ലക്ഷത്തിന്റെ മുകളിലൊന്നും ട്രാൻസ്ഫറേഷൻ ഒന്നും ഒരു കൂലിപ്പണിക്കാരെ സംബന്ധിച്ച് നടക്കാനില്ല. അതുകൊണ്ട് ഇപ്പൊ പാൻ കാർഡ് നിർബന്ധമാണ് അന്ന് പറഞ്ഞുകൊണ്ട്, അന്ന് പാൻ കാർഡ് വേണം നിർബന്ധമായിട്ട് ID അടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പാൻ കാർഡ് എടുത്ത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ലൈസൻസിനെ പറ്റിയിട്ടോ കാറിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്തിനാ, അതിന്റെ ആവശ്യമില്ല, വാങ്ങാൻ കഴിയൂല, എല്ലാവരും കൊണ്ടുപോയി നിർത്തിയിടാനുള്ള വീടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു കുന്നിന്റെ മുകളിലാണ് എന്റെ വീട്. അതൊക്കെ ഞാൻ സ്ലൈഡൊക്കെ വെക്കുമ്പോൾ ഏതേ കാലത്ത് നിങ്ങൾക്ക് കാണാം, ഏതാ മീറ്റിങ്ങിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ എന്റെ ചിന്ത പോലും ഇല്ലേന്. അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്ന സമയത്താണ് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇന്ന് എന്റെ വയസ്സ് ഒന്നും പറയുന്നില്ല, ഞാനിപ്പോ എല്ലാവരും അറിഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല വയസ്സൊന്നും പറഞ്ഞതിന്, പക്ഷെ ഈ ലെവലിലേക്കൊക്കെ എന്തായാലും പകുതിയായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ വന്നത് ഈ സമയത്താണ് എനിക്ക് എന്തായതെന്ന് അറിയോ? ഈ 18-ാം തീയതി, ഈ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ഞാൻ കാറിന്റെ ലൈസൻസ് എടുത്തത്. കാരണം ബൈക്കിന്റെ ലൈസൻസ് ഓൾറെഡി അന്നേ ഉണ്ട്. കാരണം കാറ് വാങ്ങില്ല, പിന്നെന്തിനാ ലൈസൻസ്? അപ്പൊ ഇപ്പൊ നമ്മള് ആനേനെ വാങ്ങുന്നത് അല്ലേ, ആനേനെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങുന്നത്. അപ്പൊ അതേപോലെ തന്നെ മുന്നേ തോട്ടി വാങ്ങി കൊണ്ടാക്കണ്ടെന്ന് അറിയണോ, ലൈസൻസ് ആദ്യം എടുത്തിട്ടില്ല. അപ്പോ ഇത് വാങ്ങാൻ കഴിയും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് ഈ 18-ാം തീയതി ബൈജു പോയിട്ട് എച്ച് എഴുതിയിട്ട് ലൈസൻസ് എടുത്ത്, കാറിന്റെ ലൈസൻസ് കിട്ടി. ക്ലിയർ ആവണം. അപ്പൊ എന്തായാലും ലൈസൻസ് കിട്ടിയാൽ ഇപ്പൊ എന്താ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കാർ വാങ്ങണം, ആ ഒരു ചിന്തയിലേക്കൊക്കെ മാറി. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിവ് തന്നത് നമ്മളെ ഈ കമ്പനിയിൽ വന്നോണ്ടാ. ഇതൊന്നും ഞാൻ വെറുതെ ഒരു കാര്യം ഞാൻ ഇപ്പം ഇവിടെ വെറുതെ പറഞ്ഞിട്ടില്ല. എന്റെ ജീവിത അനുഭവങ്ങളും ഈ ബിസിനസ്സിലൂടെ വന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ അതിന്റെ ഒക്കെ പുറമെ ഇപ്പൊ കാർ വാങ്ങാൻ ലേശം ലേറ്റ് ആയത് എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം, ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് 3.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞാൻ വീട് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഈ ബിസിനസ്സിലൂടെ തന്നെ അടവും ലോണും കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു 3.5 സെന്റ് സ്ഥലം ഞാൻ ഈ ബിസിനസ്സിലൂടെ വന്നതിന് ശേഷമാണ്, ആ കൊറോണ പീരീഡിലാണ് വാങ്ങിയിട്ടുള്ളത്. ആർക്കേ തോന്നുന്നു ധൈര്യം വരുമോ ഒരു 3.5 സെന്റ് സ്ഥലം വാങ്ങാൻ? ആ കൊറോണ സമയത്ത് ഒരു പൈസ ഇല്ല. അങ്ങനെ ധൈര്യം കിട്ടിപ്പൊന്നുക, ആധാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാൻ പറ്റൂലല്ലോ, കാറാകുമ്പോൾ കാണിച്ചു തരാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്കൊക്കെ സ്ഥലം വാങ്ങി, അതൊക്കെ എന്റെ അച്ചീവ്മെന്റ് ആട്ടോ പറയുന്നത്. സ്ഥലം വാങ്ങി, ഫോൺ വാങ്ങി, ലാപ്ടോപ്പ് വാങ്ങി, ഇനി ഒരു കാറ് വാങ്ങും. ദൈവം സഹായിച്ച് ഇതൊക്കെ ഇതുവരെയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്തായാലും കാറൂടി വാങ്ങാൻ എത്തിക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ സ്നേഹമൊക്കെ ഉണ്ട് എനിക്കറിയാം. കാരണം എല്ലാവരും ഭയങ്കര, എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ലീഡേഴ്സും അസോസിയേറ്റും ഒക്കെ ഉണ്ട് ബാലുശ്ശേരിയുള്ള, എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പോ ഇനിയും എനിക്ക് കിട്ടിയ ഈ അച്ചീവ്മെന്റ്, എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ അച്ചീവ്മെന്റ്, എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ് അല്ല, എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റിനേക്കാൾ കൂടുതൽ അച്ചീവ്മെന്റ് ഈ ടീമിലുള്ള അനിൽ സാറിന്റെ ഈ ടീമിലുള്ള എല്ലാ ആളുകൾക്കും, ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.